നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു വലിയ നദിയുടെ ഉദ്ഭവം ചെറിയൊരു നീർച്ചാലിൽ നിന്നാണ്. അതുപോലെയായി ആശാവർക്കർമാരുടെ സമരവും. സംഘടിക്കാൻ ശക്തിയില്ല എന്ന് LDF സർക്കാർ കരുതിയ സമരം ഇപ്പോൾ അനന്തപുരിയെ വിറപ്പിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ഭരണകൂടവും മനസ്സിലാക്കി കഴിഞ്ഞു. അതിനിടയിൽ പല വിവാദങ്ങൾ. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഒരു വിവരമില്ലാത്ത മനുഷ്യനാണ്. അത് അയാളുടെ കുറ്റമല്ല. ഉമ്മ കൊടുക്കുന്നതിൻ്റെയും കിട്ടുന്നതിൻ്റെയും ഒന്നും ആത്മാർത്ഥതയും സ്നേഹവും വികാരവും അയാൾക്ക് മനസ്സിലാകില്ല. കാരണം അദ്ദേഹത്തിന് അത് കിട്ടാറുമില്ല, കൊടുക്കാൻ അവസരങ്ങളുമില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. സമരക്കാർക്ക് ഒരു ടാർപോളിൻ പോലും കൊടുക്കാൻ അനുവാദം നൽകാതിരുന്ന ക്രൂരന്മാരായ പോലീസുകാർ. സമരക്കാർ നനയാതിരിക്കാൻ MP അവർക്ക് കുടകൾ നൽകി. ഈ കുടകൾക്കൊപ്പം ആശാവർക്കർമാർക്ക് ഉമ്മയും നൽകിയോ എന്നതായിരുന്നു ഗോപിനാഥൻ എന്ന തൊഴിലാളി നേതാവിന്റെ പരിഹാസ്യ ചോദ്യം. എടോ ഗോപിനാഥ, അത് സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ നൽകുന്നത് തെറ്റല്ല. ഉമ്മ അല്ലെങ്കിൽ ചുംബനം എന്നത് ഏറ്റവും വലിയൊരു സ്നേഹ അടയാളമാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഹൃദയമോ വിവേകമോ നിങ്ങൾക്കില്ല, ഇനി ഉണ്ടാവുകയുമില്ല. രാവന്തിയോളം പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് മാന്യമായ ശമ്പള വർധനയും പിരിഞ്ഞു പോകുമ്പോൾ ആശ്വാസധനവും പിന്നീട് പെൻഷനും നൽകണമെന്ന ന്യായമായ ആവശ്യത്തെ തുടക്കത്തിൽ സർക്കാർ പരിഹസിച്ച് അവഗണിച്ചു. സമരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആശാവർക്കർമാരുമായി ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തി ഒരു തീരുമാനത്തിലെത്താൻ സമരം അവസാനിപ്പിക്കുവാനും കഴിയുമായിരുന്നു. അതിനു പകരം സമരം ചെയ്തവർക്കെതിരെ കള്ളക്കേസെടുത്തും സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയും കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ടാർപ്പ നിവർത്താൻ പോലും അനുവാദം നൽകാതെയുമൊക്കെ ഈ ന്യായ സമരത്തെ സർക്കാർ അടിച്ചമർത്താൻ നോക്കി. അതാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഇതിനിടയിലാണ് UDF സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും BJP MP സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈൽ കടന്നുവരവുമൊക്കെ സംഭവിച്ചത്. ഈ സമരം ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നത് കണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കിയാൽ മതി എന്ന ഒരു വല്ലാത്ത ദുരവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. തങ്ങളുടെ സ്വന്തം സമരങ്ങൾ പലതും വിജയിക്കാതിരുന്നിട്ടും ആശാവർക്കർമാരുടെ സമരാവേശവും ആൾക്കൂട്ട ശക്തിയുമൊക്കെ മനസ്സിലാക്കി UDF സമരക്കാർക്ക് ഒപ്പം കൂടിക്കഴിഞ്ഞു. ഇതിനിടയിൽ അംഗരക്ഷകൻ നൽകിയ കുടയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ചെരുപ്പ് പോലും ഇടാതെ BJP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു സിനിമാ സ്റ്റൈൽ പ്രവേശനം. സമരക്കാരെ കണ്ട ഉടൻ പോകുന്നത് ഡൽഹിയിലേക്കാണെന്നും വേണ്ടിവന്നാൽ ആശാവർക്കർമാരുടെ ഈ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തി പരിഹരിക്കുമെന്ന് ഒരു ഇടിവെട്ട് പ്രഖ്യാപനവും അദ്ദേഹം അവിടെ വച്ചങ്ങ് നടത്തി. സ്ത്രീകൾ മാത്രം അണിനിരക്കുന്ന തീവ്രമായി സമരം ആരംഭിച്ചിട്ട് ഒരു മാസത്തിനടുത്താകുമ്പോൾ മലയാളത്തിലെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള ഒരു വനിത പോലും ഈ സമരത്തെ അനുകൂലിച്ച് 4 വരി എഴുതുകയോ സമരപ്പന്തലിൽ എത്തുകയോ ചെയ്യുന്നില്ല എന്നത് എന്തൊരു പരമ കഷ്ടമാണ്. യോഗ്യതകളില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന PSC അംഗങ്ങൾക്ക് ശമ്പളം ലക്ഷക്കണക്കിന് രൂപ നൽകുമ്പോൾ രാപ്പകൽ നാടിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് സർവ്വ മേഖലകളിലും പണിയെടുക്കുന്നവർക്ക് ശമ്പളം 10,000-ൽ താഴെ, അതും കൃത്യമായി നൽകാറില്ല. ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കുന്നത് മുഴുവൻ കോൺഗ്രസുകാരോ BJP-ക്കാരോ അല്ല, LDF പ്രവർത്തകരും ഭൂരിഭാഗം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവുമില്ലാത്ത സാധാരണ സ്ത്രീകളാണ്. നിങ്ങൾ എന്ത് തൊഴിലാളി പാർട്ടിയാണ് സർക്കാരെ? ഭരണത്തിനായി ഇരുന്നരുളുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയത്തും വെയിലത്തും സ്വന്തം തിരിച്ചറിയൽ കാർഡുകൾ നെഞ്ചിൽ തൂക്കി സമരം ചെയ്യുന്ന ഈ പാവം തൊഴിലാളികളെ ഇങ്ങനെ അവഗണിച്ച് പരിഹസിക്കുവാൻ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് സാധിക്കുന്നു? ഈ സമരത്തിന് മുന്നിൽ ഇടതുപക്ഷ സർക്കാർ മുട്ടുമടക്കും. കാരണം ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ട സമരമാണ്, പട്ടിണി മാറ്റാനുള്ള രോദനമാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് കാലത്തിന്റെ നീതി.